അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിൽ പറയാൻ പോകുന്നത് ഖുർആനിലെ 91-ാമത്തെ വചനമായ 91-ാമത്തെ സൂറത്തായ സൂറത്ത് ഷംസ് എന്ന അധ്യായമാണ്. ഇത് മക്കയിലാണ് അവതരിച്ചത്. ഇതിൽ 15 അധ്യായങ്ങളാണുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. വശംസി വദുഹാഹ. വശംസി സൂര്യൻ തന്നെയാണ് സത്യം. വദുഹാഹ അതിൻ്റെ പ്രഭയും തന്നെയാണ് സത്യം. വശംസി വദുഹാഹ സൂര്യനും അതിൻ്റെ പ്രഭയും തന്നെയാണ് സത്യം. വൽഖമരി ഇദാ തലാഹ. വൽഖമരി ചന്ദ്രൻ തന്നെയാണ് സത്യം. ഇതാ തലാഹ അത് സൂര്യനെ തുടർന്ന് വരുമ്പോൾ. അൽക്കമരി ഇതാ തലാഹ ചന്ദ്രനും തന്നെ സത്യം, അത് സൂര്യനെ തുടർന്ന് വരുമ്പോൾ. വന്നഹാരി ഇതാ ജല്ലാഹ. വന്നഹാരി പകലിനെ തന്നെയാണ് സത്യം. ഇതാ ജല്ലാഹ അത് സൂര്യനെ വ്യക്തമാക്കി കാണിക്കുമ്പോൾ. സൂര്യനെ വ്യക്തമാക്കി കാണിക്കുമ്പോൾ പകലിനെ തന്നെയാണ് സത്യം. വല്ലൈലി ഇതാ യഗ്ശാഹ. വല്ലൈലി രാത്രിയെ തന്നെയാണ് സത്യം. ഇതാ യഗ്ശാഹ അത് സൂര്യനെ മൂടിപ്പൊതിയുമ്പോൾ. സൂര്യനെ മൂടിപ്പൊതിയുമ്പോൾ രാത്രിയെ തന്നെയാണ് സത്യം. വസ്സമായി വമാ ബനാഹ. വസ്സമായി ആകാശം തന്നെയാണ് സത്യം. വമാ ബനാഹ അതിനെ സൃഷ്ടിച്ചവൻ തന്നെയാണ് സത്യം. ആകാശവും അത് നിർമ്മിച്ചവനും തന്നെയാണ് സത്യം. വല്ലർദി വമാ ത്വഹാഹ. വല്ലർദി ഭൂമി തന്നെയാണ് സത്യം. വമാ ത്വഹാഹ അതിനെ പരത്തിയവൻ തന്നെയാണ് സത്യം. ഭൂമിയെ സൃഷ്ടിച്ച് അതിനെ പരത്തിയവൻ തന്നെയാണ് സത്യം. വനഫ്സിൻ വമാ സവ്വാഹ. വനഫ്സിൻ ആത്മാവിനെ സൃഷ്ടിച്ചവൻ തന്നെയാണ് സത്യം. ആത്മാവ് തന്നെയാണ് സത്യം. വമാ സവ്വാഹ അതിനെ ശരിപ്പെടുത്തിയവനും തന്നെയാണ് സത്യം. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. ഫഅൽഹമഹ ഈ ആത്മാവിന് തോന്നിപ്പിച്ചു കൊടുക്കുന്നവൻ, തോന്നിപ്പിച്ചു കൊടുക്കുന്നു. ഫുജൂറഹ വതഖ്വാഹ. ഫുജൂറഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്മകളായ കാര്യം, വതഖ്വാഹ നന്മകളായ കാര്യവും. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ എന്നിട്ടതിൻ്റെ തിന്മയും നന്മയും അല്ലാഹു അതിന് തോന്നിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഖദ് അഫ്ലഹ മൻ സക്കാഹ. ഖദ് അഫ്ലഹ നിശ്ചയം വിജയിച്ചിരിക്കുന്നു. മൻ സക്കാഹ ആത്മാവിനെ സംശുദ്ധമാക്കിയവൻ വിജയിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹ. വഖദ് ഖാബ പരാജയപ്പെട്ടു. മൻ ദസ്സാഹ മനസ്സിനെ മലിനമാക്കിയവൻ, ആത്മാവിനെ മലിനമാക്കിയവൻ പരാജയപ്പെട്ടിരിക്കുന്നു. ഖദ് അഫ്ലഹ മൻ സക്കാഹ തീർച്ചയായും ആത്മാവിനെ സംശുദ്ധമാക്കിയവൻ വിജയിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹ അതിനെ മലിനമാക്കിയവൻ തീർച്ചയായും പരാജയപ്പെടുകയും ചെയ്തു. കദ്ദബത് സമൂദ് ബിതഖ്വാഹ. കദ്ദബത് സമൂദ്. സമൂദ് വർഗം സത്യത്തെ നിഷേധിച്ചു. ബിതഖ്വാഹ അവരുടെ ധിക്കാരം കാരണം. കദ്ദബത്ത് സമൂദ് ബിതഖ്വാഹ സമൂദ് ഗോത്രക്കാർ തങ്ങളുടെ ധിക്കാരം കാരണം സത്യത്തെ നിഷേധിച്ചു. ഇതിംബഅസ അഷ്കാഹ. ഇതിംബഅസ ഇറങ്ങിപ്പുറപ്പെട്ടപ്പോൾ, തുനിഞ്ഞിറങ്ങിയപ്പോൾ. അഷ്കാഹ അവരിൽ ഏറ്റവും പരാജയപ്പെട്ടവൻ. ഇതിൻബാസ അഷ്കാഹ അവരിൽ ഏറ്റവും പരാജയപ്പെട്ടവൻ തുനിഞ്ഞിറങ്ങിയ സമയം. ഫഖാല ലഹും റസൂലുള്ളാഹി നാഖത്തല്ലാഹി വസുഖിയാഹ. ഫഖാല ലഹും റസൂലുള്ളാഹി അപ്പോൾ അവരോട് അവരുടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു. നാഖത്തല്ലാഹ് അള്ളാഹുവിൻ്റെ ഒട്ടകമാണ്.
അള്ളാഹുവിൻ്റെ ഒട്ടകത്തെയും വസുക്കിയാഹ അതിൻ്റെ വെള്ളം കുടിക്കലിനെയും നിങ്ങൾ സൂക്ഷിക്കണം. അപ്പോൾ കാലലഹും റസൂലുല്ലാഹി ഞാക്കത്തല്ലാഹി വസുക്കിയാഹ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഒട്ടകത്തെയും അതിൻ്റെ വെള്ളം കുടിയേയും സൂക്ഷിക്കണം, അതിന് തടസ്സമുണ്ടാക്കരുത് എന്ന് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ, അതായത് സ്വാലിഹ് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു. ഫകദ്ദബൂഹു വഅകറൂഹാ ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം വസവ്വാഹാ. ഫകദ്ദബൂഹു എന്നാൽ അവർ അദ്ദേഹത്തെ നിഷേധിച്ചു, ഫഅകറൂഹ അതിനെ അറുത്തു, ഫകദ്ദബൂഹു വഅകറൂഹ അദ്ദേഹത്തെ നിഷേധിക്കുകയും ആ ഒട്ടകത്തെ അറുക്കുകയുമാണ് അവർ ചെയ്തത്. ഫദംദമ അലൈഹിം റബ്ബുഹും അവരുടെ നാഥൻ അവരെ ഉന്മൂലനം ചെയ്ത് കളഞ്ഞു. എന്തുകൊണ്ട്? ബിദംബിഹിം അവരുടെ കുറ്റം കാരണം. ഫസവ്വാഹ അവരെല്ലാവരെയും സമപ്പെടുത്തി, ഒരാളെയും ഒഴിവാക്കിയില്ല. ഫകദ്ദബൂഹു ഫഅകറൂഹാ വദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം വസവ്വാഹാ. എന്നാൽ അവർ അദ്ദേഹത്തെ നിഷേധിക്കുകയും അതിനെ കൊല്ലുകയുമാണ് ചെയ്തത്. അപ്പോൾ അവരുടെ കുറ്റം നിമിത്തം അവരുടെ നാഥൻ അവരെ ഉന്മൂലനം ചെയ്ത് കളഞ്ഞു. അത് അവരെല്ലാവരെയും സമപ്പെടുത്തി. വലാ യഖാഫു ഉഖ്ബാഹാ വലാ യഖാഫു അള്ളാഹു ഭയപ്പെടുന്നില്ല. ഉഖ്ബാഹ അതിൻ്റെ അനന്തരഫലത്തെക്കുറിച്ച് അള്ളാഹു ഭയപ്പെടുന്നില്ല. ഇതോടുകൂടി ഈ സൂറത്ത് അവസാനിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിന് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.